സംസ്ഥാന സ്കൂൾ കലോത്സവം ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്നതിൽ പോലീസുകാർക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല കേട്ടോ. അവർ നന്നായി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു, ആ തിരക്ക് നിയന്ത്രിക്കുന്നു, മാത്രമല്ല വാഹന ഗതാഗതം ഉൾപ്പെടെ നിയന്ത്രിക്കുന്നുണ്ട്. എന്നാൽ ഈ തിരക്ക് നിയന്ത്രിക്കുക മാത്രമല്ല പോലീസിൻ്റെ ജോലി. ഒരു രസകരമായൊരു അനുഭവം പറയാം. വേദി ഒന്നിനരികിലൂടെ നടന്നു പോകുന്ന സമയത്ത് രണ്ട് പോലീസുകാർ കൂടിയെന്ന് സംസാരിക്കുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ പാടുന്നത് കേട്ടു. ആ പോലീസുകാരനെ പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് കാണാൻ പറ്റിയത്. ആ പോലീസുകാരനാണ് ഇന്നിപ്പോൾ നമ്മുടെ ഫ്രെയിമിലുള്ളത്. കേവലം പോലീസുകാരൻ മാത്രമല്ല, നല്ലൊരു കലാകാരൻ കൂടിയാണ്. സാറ് നേരത്തെ കടന്നു പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സാറ് പാടുന്നത് കേട്ടോ, അങ്ങനെയാണ് വന്നത്. ചുമ്മാ ഇങ്ങനെ പാട്ടുകൾ കേട്ടപ്പോൾ നമ്മുടെ പഴയ ഓർമ്മകൾ ഇങ്ങനെ തേട്ടി വന്നു. അപ്പോൾ രണ്ടുപേരും മൂളിപ്പാട്ട്, എൻ്റെ സഹപ്രവർത്തനായ വിഷ്ണുവോട് ഇങ്ങനെ വരുന്ന മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരുന്നു. അത് നിങ്ങൾ കേട്ടതാണ്. അല്ലാതെ നമ്മൾ ഇത്ര വലിയ ഗായകന്മാരൊന്നുമല്ല. എങ്കിൽ കൂടി പാട്ട് പാടുന്നത് കേൾക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അസോസിയേഷൻ പ്രോഗ്രാമുകൾക്കും ബന്ധുമിത്രാദികളുടെ കല്യാണങ്ങളുടെ തലേദിവസങ്ങൾക്ക്, പിന്നെ പോലീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിട്ടയർമെൻറ്റ് ഫംഗ്ഷനുകൾക്കൊക്കെ നമ്മളങ്ങനെ സ്റ്റേജിൽ കയറി പാടാറുണ്ട്. അല്ലാണ്ട് വലിയ ഗായകനൊന്നുമല്ല. എങ്കിൽ കൂടി പാട്ട് കേൾക്കുന്നതും പാട്ട് പാടുന്നതും ഒരുപാട് ഇഷ്ടമാണ്. ഈ കാക്കിക്കുള്ളിലും ഒരു കലയെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് പോലീസിലെ കലാകാരിമാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ ദിവസം സബൂറയുടെ ഒരു ഇത് കൊടുത്തിരുന്നു, കലയാണ് ലഹരി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു സാറും നാർക്കോട്ടിക് സെല്ലിൽ. ഞാൻ തൃശ്ശൂർ സിറ്റി നാർക്കോട്ടിക് സെല്ലിലെ ഓഫീസറാണ്. അപ്പോൾ ഞാൻ സനീഷ് ബാബു എന്നാണ് എൻ്റെ പേര്. വീട് ചാലക്കുടിയാണ്. അപ്പോൾ ഞങ്ങളുടെയും ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ കലയാണ് ലഹരി. ഇപ്പോൾ സ്കൂളിൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിലേക്ക് ആ ഒരു ആപ്തവാക്യം എല്ലാവരിലും എത്തിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞങ്ങൾ. എല്ലാ വിദ്യാർത്ഥികളും കലയും സ്പോർട്സുമാണ് ലഹരി എന്നുള്ള ലെവലിൽ എത്തിപ്പെടണം. അല്ലാതെ മറ്റ് ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി തേടി പോകുന്ന ലഹരികളാവരുത്. എല്ലാം ഇങ്ങനെ ഇത്രയും കുട്ടികൾ ഇവിടെ വന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇവരെല്ലാം എന്തായാലും ലഹരിക്കെതിരായിരിക്കും. അപ്പോൾ ആ ഒരു ഇത്രയും പേരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ. വിഷ്ണു പാടുവോ? ഇല്ല, പാടുന്നില്ല. സാറിന് പാട്ട് കേൾക്കും. അതെ, വിഷ്ണു ഞാൻ ACP ഡ്രൈവറാണ് നാർക്കോട്ടിക്സിൽ. മറ്റൊന്നേ, ഈ സാറ് നേരത്തെ പാടിയ ആ പാട്ട് തന്നെ ഞാൻ ഇവിടെ പോകുന്ന ആ പാട്ട് തന്നെ പാടിയാലോ? ആയിക്കോട്ടെ, പാടാം. ഞാൻ എൻ്റെ മോൾക്ക് ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ പാടിക്കൊടുത്തുള്ള പാട്ടാണ്. ഞാൻ സ്റ്റേജുകളിലും പാടാറുണ്ട്. അമ്മമാർ പറയാറുണ്ട് ഈ നല്ല എന്താ ഫീലിംഗ് ഉണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ എന്ന് പറയാറുണ്ട്. അത് നമ്മൾക്കൊരു സപ്പോർട്ടാണ്. അല്ലാതെ നമ്മൾ ഗായകനോ ഒന്നും അങ്ങനെ ആയിട്ടല്ല. ചുമ്മാ രണ്ടുപേരി വേണമെങ്കിൽ മൂളാവുന്ന മാത്രം. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവൂ ചാംചക്കം ചാംചക്കം പനിനീർ ചന്ദ്രികേ ഇനി പൂങ്കവിൽ കുളിരിൽ മെല്ലെ നീ തഴുകുവാവൂ ചാംചക്കം ചാംചക്കം. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് മുമ്പിൽ പാടാൻ പറ്റുന്നു, കേരള വിഷൻ്റെ മുമ്പിൽ പാടാൻ പറ്റി. പിന്നെ ഇങ്ങനെ ഒരു വലിയൊരു 64ാമത് സംസ്ഥാന കലോത്സവത്തിൻ്റെ ഭാഗത്തിൽ സ്റ്റേജിലല്ലെങ്കിൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് പാടാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. കലയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് പാട്ടിനെ ഒരുപാട് ഇഷ്ടമാണ്. എന്നും പാട്ട് കേൾക്കും. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും പാട്ട് കേൾക്കും. വെറുതെ കിട്ടുന്ന സമയം മുഴുവൻ പാട്ട് കേൾക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ഗായകൻ എന്ന് പറഞ്ഞാൽ ജയേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഭാവഗായകനാണ്. ഒരുപാട് നഷ്ടമാണ്, വലിയ നഷ്ടം അദ്ദേഹം. ഈ ഇതുപോലുള്ള കലോത്സവ വേദിയിൽ നിന്നും നമുക്ക് ഒരുപാട് നല്ല നല്ല ഗായകരെയും ഗായികമാരെയും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട്. അതെ, വരദാനമാണ്. അത് പറഞ്ഞ ഇത്തരത്തിലുള്ള കലോത്സവങ്ങളിൽ നിന്നാണ് നമുക്ക് കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് ഏറ്റവും മുതൽക്കൂട്ടായ ആളുകൾ കിട്ടുന്നത്. നല്ല നടന്മാരെയും നടികളെയും ഗായക ഡാൻസേഴ്സ് എല്ലാം കിട്ടുന്നത് ഇത്തരത്തിലുള്ള കലോത്സവങ്ങളും കൂടിയാണ്. ഇപ്രാവശ്യത്തെ 64ാമത് കലോത്സവത്തിൽ നിന്നും അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ എഫർട്ടിനും പോലീസിൻ്റെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ഉണ്ടാവും. അല്ല, മറ്റൊന്നേ, ഏറ്റവും അവസാനമായിട്ടൊരു ചോദ്യം. മോൾക്ക് പാടിക്കൊടുത്ത താരാട്ടുപാട്ടായിരുന്നു ഇത്. എന്താ മോളുടെ പേര്? മോളിപ്പോൾ എന്ത് ചെയ്യുന്നു? വലിയ കുട്ടിയായി? മോളിപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10 വയസ്സായി. എനിക്ക് ആകെ ഒരു മോളുള്ളൂ. ഞാൻ സനൈന എന്നാണ് മോളുടെ പേര്. ഒരുപാട് നാൾ, ഒരു 5 വർഷത്തോളം കാത്തിരുന്ന് എനിക്കുണ്ടായ മകളാണ്.
അപ്പോൾ അത്രത്തോളം വാത്സല്യം എനിക്കുണ്ട് മോളോട്. വിഷ്ണു വിവാഹിതനാണ്. അവൻ ഞാൻ ഇപ്പോഴും പറയും വിഷ്ണുവോട്, ഒരു ഫാമിലിയൊക്കെ ഉണ്ടായാലാണ് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ കുട്ടികളൊന്നും ആയിട്ടില്ല. ഭാവിയിൽ വിഷ്ണുവിനും ഈ പാട്ട് മകൾക്ക് പാടിക്കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. വിഷ്ണുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 മാസമായി. അതെ, തീർച്ചയായിട്ടും. എന്തായാലും പ്രിയപ്പെട്ടവരെ, അത് സനൈന മോള് ഈ കാണുന്നുണ്ടെങ്കിൽ, മോളെ ഇവിടെ മോൾക്ക് വേണ്ടി അച്ഛൻ പാടിയ പാട്ടാണ് ഇതുവഴി നമ്മൾ കടന്നു പോകുമ്പോൾ വിഷ്ണു മാമന് പാടിക്കൊടുക്കുന്നത് യാദൃശികമായി നമ്മൾ കേട്ടത്. അങ്ങനെ ആ സമയത്ത് തിരക്കായിരുന്നു, പിന്നീട് വന്ന് തപ്പിപ്പിടിച്ചതാണ് അച്ഛൻ സനീഷ് ബാബു എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് പോലീസ് ASI ആയിട്ടുള്ള സനീഷ് ബാബുവിനെ. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം: കലയാണ് ലഹരി. മറ്റ് ലഹരികൾക്ക് പിറകെ പോകുമ്പോൾ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. പക്ഷേ കലയെന്ന ലഹരി നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ ഏറ്റവും മനസ്സമാധാനമായി നമുക്ക് ഉറങ്ങാനെങ്കിലും കഴിയുമെന്നുള്ളതാണ്. അതാവട്ടെ നമ്മുടെ ലഹരി. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.